നമസ്കാരം, NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പുലക്കാട്ടുകരയിൽ യുവാവിനെ നടു റോഡിലിട്ട് ക്രൂരമായി മർദ്ദിച്ച കേസിൽ 3 പേരെ കൂടി പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് മരത്താക്കര സ്വദേശികൾ. പുലക്കാട്ടുകരയിൽ യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സഹോദരങ്ങൾ അടക്കം 3 പേർ പിടിയിൽ. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ദേശീയപാതയിലെ കുറുമാലിയിൽ 7 അംഗ സംഘം സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് 15 അടി താഴ്ചയിലേക്ക് പതിച്ചു. തെക്കേത്തുറവ് സെയിന്റ് ആന്റണീസ് പള്ളിയിലെ മുഖവാരി വെഞ്ചിരിപ്പും തിരുനാൾ കൊടിയേറ്റവും നടത്തി. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് NSS യൂണിറ്റുകളുടെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി വെള്ളിക്കുളങ്ങരയിൽ നിർമ്മിച്ച സ്നേഹാരാമം നാടിന് സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. പുലക്കാട്ടുകരയിൽ യുവാവിനെ നടു റോഡിലിട്ട് ക്രൂരമായി മർദ്ദിച്ച കേസിൽ 3 പേരെ കൂടി പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മരത്താക്കര സ്വദേശികളായ ഈരാമ്പുള്ളി അമൽ, കണിമംഗലം വീട്ടിൽ ജിത്തു, കോനിക്കര തറയിൽ വീട്ടിൽ ആഷിഖ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം തലോർ സ്വദേശി കിഴക്കിനയിടത്ത് വീട്ടിൽ റോമലുസിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 4 ആയി. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. പുലക്കാട്ടുകര ഓമ്പുള്ളി വീട്ടിൽ ബിനുവിനെയാണ് 12ഓളം പേർ റോഡിലിട്ട് മർദ്ദിച്ചത്. ബിനുവിന്റെ വീട്ടിലെത്തിയ പ്രതികൾ മകളെ മർദ്ദിച്ച ശേഷം ഓടിപ്പോവുകയായിരുന്നു. ഇവരെ പിന്തുടർന്നെത്തിയ ബിനുവിനെ സംഘാംഗങ്ങൾ ചേർന്ന് തലയിലും നെഞ്ചിലും മുഖത്തും ഷൂസ് ധരിച്ച കാലുകൊണ്ട് നിഷ്കരുണം പലതവണ ചവിട്ടുകയായിരുന്നു. ആക്രമിക്കുന്നത് കണ്ട് നാട്ടുകാർ ഓടിയെത്തുന്നതിന് മുൻപ് സംഘം കടന്നുകളഞ്ഞു. സാരമായി പരിക്കേറ്റ ബിനുവിനെ ആദ്യം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. വീടിന് സമീപത്തെ കടവിൽ പരസ്യമായി ലഹരി ഉപയോഗിച്ച ഇവരെ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കാട് SHO UH സുനിൽദാസ്, SI മാരായ KS സൂരജ്, KA വിനോദ്, സ്പെഷ്യൽ ബ്രാഞ്ച് ASI വിശ്വനാഥൻ, MM അഭിലാഷ്, KA മുഹമ്മദ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പുലക്കാട്ടുകരയിൽ യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സഹോദരങ്ങൾ അടക്കം 3 പേർ പിടിയിൽ. പുലക്കാട്ടുകര ഓമ്പുള്ളി വീട്ടിൽ അതുൽ കൃഷ്ണ, സഹോദരനായ ഗോകുൽ കൃഷ്ണ, ചക്കുത്തറ വീട്ടിൽ സൂരജ് എന്നിവരാണ് അറസ്റ്റിലായത്. പുതുക്കാട് SHO UH സുനിൽദാസിന്റെ നേതൃത്വത്തിൽ CPOമാരായ ജെറിൻ ജോസ്, A അജിത്, KAP HDR റമീസ് എന്നിവർ അടങ്ങിയ പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു സംഭവം. 2 ലോറിയും 2 കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. മുൻപിൽ പോയിരുന്ന ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ പിറകിൽ വന്ന മറ്റു വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി. കാർ ഭാഗികമായി തകർന്നു. ദേശീയപാതയിൽ ഗതാഗത കുരുക്കുണ്ടായി. ദേശീയപാതയിലെ കുറുമാലിയിൽ 7 അംഗ സംഘം സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് 15 അടി താഴ്ചയിലേക്ക് പതിച്ചു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 അപകടം. അപകടത്തിൽ കാർ യാത്രികരായ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. പുതുക്കാട് അഗ്നിരക്ഷാ സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പുതുക്കാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ മുനവർ ഉസ്മാൻ, റെസ്ക്യൂ ടീം അംഗങ്ങളായ അലക്സ്, പ്രവീൺ, രാഹുൽ, ജോസ്, അർജുൻ എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. അപകടത്തിൽപ്പെട്ട വാഹനം ക്രെയിൻ ഉപയോഗിച്ചാണ് പുറത്തെടുത്തത്. NCTV പുതുക്കാട്. ധനകാര്യ മേഖലയിൽ കഴിഞ്ഞ 16 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും മികവും പുലർത്തുന്ന വിൻകോസ്റ്റ് ഗ്രൂപ്പിന്റെ കൊടകരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബ്രാഞ്ച് പുത്തുക്കാവ് ജംഗ്ഷനിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ വിൻകോസ്റ്റ് ഗ്രൂപ്പിന്റെ പുത്തുക്കാവ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ, പഞ്ചായത്ത് അംഗങ്ങളായ ബിജി ഡേവിസ്, TV പ്രജിത്ത്, വിൻകോസ്റ്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ശിവകുമാർ, ചെയർമാൻ KC പ്രദീപ്, വൈസ് ചെയർമാൻ VV രാജേഷ്, ജനറൽ മാനേജർ VM ആകാശ് എന്നിവർ ഉദ്ഘാടനവേളയിൽ സന്നിഹിതരായിരുന്നു. ധനകാര്യ മേഖലയിൽ ഏറ്റവും മികവാർന്ന പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന വിൻകോസ്റ്റിന് 30ഓളം ബ്രാഞ്ചുകളുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടെ നോൺ ബാങ്കിംഗ് സേവനങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നു. 16 വർഷത്തെ വിശ്വസ്ത സേവനവുമായി വിൻകോസ്റ്റ് ഗ്രൂപ്പിനി കൊടകര പുത്തുക്കാവിൽ കൂടുതൽ സൗകര്യങ്ങളുമായി.
കൊടകരയുണ്ടായ ബ്രാഞ്ചിനെ നമ്മളിപ്പോൾ ഈ പുത്തുക്കാവ് ഏരിയയിലേക്ക് മാറ്റാൻ കാരണം വളരെ ജനങ്ങളായിട്ടുള്ള ഏരിയയാണ്. ബാങ്കിൻ്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന വിൻകോസ്റ്റ് ഗ്രൂപ്പിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊടകരയിലുള്ള ബ്രാഞ്ച് ഇവിടേക്ക് മാറാണ്. വളരെ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശം കൂടിയിട്ടാണ്. ഒരു ബ്രാഞ്ച് കൂടി കൊടകരയിൽ പേരുറപ്പിക്കുകയാണ്. അപ്പോൾ ഞാനടക്കമുള്ള പല ഗുണഭോക്താക്കളുടെയും വിശ്വസ്ത സ്ഥാപനം കൂടിയാണ്, ഫിനാൻഷ്യൽ സ്ഥാപനം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് നഷ്ടമൊന്നും ഉണ്ടാവില്ല. കാര്യം സത്യസന്ധവുമായിട്ട് സേവനം കൊടുക്കാനായിട്ട് പുത്തുക്കാവ് പ്രദേശത്തെ ഒരു നോൺ ബാങ്കിങ് സംവിധാനം വരിക എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഞാൻ കൂടി താമസിക്കുന്ന പ്രദേശം. എല്ലാവരും പറഞ്ഞ പോലെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ധനകാര്യ സ്ഥാപനം വേറെ ഒരു പേരുദോഷങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ചിൽ ഉദ്ഘാടനം നിർവഹിച്ച പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, ബ്ലോക്ക് മെമ്പർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8593374488. തെക്കേത്തുറവ് സെയിന്റ് ആന്റണീസ് പള്ളിയിലെ മുഖവാരി വെഞ്ചരിപ്പും തിരുനാൾ കൊടിയേറ്റവും നടത്തി. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികനായി. വികാരി ഫാദർ റോയ് വേഴക്കൊമ്പിൽ നേതൃത്വം നൽകി. ജനുവരി 6, 7 തീയതികളിലാണ് തിരുനാൾ നടക്കുന്നത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 60,000 രൂപ ചെലവിൽ വാങ്ങിയ കൗ ലിഫ്റ്റിംഗ് മെഷീനിന്റെയും മൈക്രോസ്കോപ്പിന്റെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് നിർവഹിച്ചു. MK ശൈലജ, ബീന സുരേന്ദ്രൻ, NM പുഷ്പാകരൻ, ഷീബ സുരേന്ദ്രൻ, ഡോക്ടർ CI ജോഷി, TM യോഹന്നാൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ഭരണസമിതിയുടെ വാർഷികത്തോടനുബന്ധിച്ചാണ് 36 ഉദ്ഘാടന ചടങ്ങുകളിൽ ഉൾപ്പെടുത്തി 6ാമത്തെ ഉദ്ഘാടനമാണ് നടന്നത്. അസുഖം ബാധിച്ച് എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്ന മൃഗങ്ങളെ ഉയർത്തുന്നതിനു വേണ്ടിയാണ് ലിഫ്റ്റിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്. വീടുകളിലേക്ക് മെഷീൻ കൊടുത്തയക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. ആമ്പല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റായി സന്തോഷ് നമ്പാടിനെ തെരഞ്ഞെടുത്തു. ഭരണസമിതി ഐക്യകണ്ഠേനയാണ് സന്തോഷ് നമ്പാടിനെ തെരഞ്ഞെടുത്തത്. പ്രസിഡന്റായിരുന്ന MD ജോർജ് അന്തരിച്ചതിനെ തുടർന്നാണ് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കേണ്ടി വന്നത്. ബാങ്കിൽ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ ഭരണസമിതി അംഗങ്ങളായ KS കൃഷ്ണൻകുട്ടി, രാജു തളിയപ്പറമ്പിൽ, KV രാജഗോപാൽ, ജോൺ തുലാപ്പറമ്പിൽ, തങ്ക ഭാസ്കരൻ, ബിന്ദു K മേനോൻ, KR രജനി, സെക്രട്ടറി സീന ബിജോയ് എന്നിവർ സംസാരിച്ചു. 12-13 വർഷത്തിനുള്ളിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സംഘമായിട്ട് വളർത്താനായിട്ട് നമ്മുടെ മുൻ പ്രസിഡന്റുമായ ജോസഫ് ഏട്ടനായാലും ജോർജ് ആണായാലും ഒരുപാട് സംഘം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സ്റ്റാഫുകൾ എന്തായാലും ഈ സംഘത്തിന് വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ വളരെയേറെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘമായിട്ട് അമലൂർ ടൗൺ കോർപ്പറേഷൻ സന്തോഷം നമ്പാടിനെ സ്ഥാപനത്തിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഈ ബാങ്കിന്റെ ശരിക്കും ഇതിന്റെ അധികാരത്തിലിരിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട ആൾ തന്നെയാണ്. അത് ശരിയായ കൈകളിൽ തന്നെ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് എല്ലാവരും ഒറ്റക്കെട്ടായി ആർജവത്തോടുകൂടി അദ്ദേഹത്തിന് തെരഞ്ഞെടുത്ത് നമ്പാടിനെ തെരഞ്ഞെടുത്തതിൽ അങ്ങേയറ്റം നമ്മൾ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന് തുടർന്നും ഈ ബാങ്കിൽ എല്ലാവരെയും ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകാൻ വേണ്ട എല്ലാ മനസ്സും അദ്ദേഹത്തിന് ഉണ്ടാവണം. കോടാലി സർക്കാർ LP സ്കൂളിൽ സംഘടിപ്പിച്ച ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് NSS യൂണിറ്റുകളുടെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി വെള്ളിക്കുലങ്ങരയിൽ നിർമ്മിച്ച സ്നേഹാരാമം നാടിന് സമർപ്പിച്ചു. പാഴ്ചെടികളും മാലിന്യവും നിറഞ്ഞുകിടന്ന സ്ഥലം NSS വോളണ്ടിയർമാർ വൃത്തിയാക്കി 26ഓളം ഫലവൃക്ഷ തൈകളും ഔഷധ സസ്യങ്ങളും പൂച്ചെടികളും വെച്ചുപിടിപ്പിച്ചാണ് സ്നേഹാരാമം ഒരുക്കിയത്. മറ്റത്തൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VS നിജിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ KS സൂരജ്, ഷൈബി സജി, ഷാൻഡോ കൈതാരത്ത്, പഞ്ചായത്ത് സെക്രട്ടറി M ശാലിനി, നോവ ചെയർമാൻ സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, NSS പ്രോഗ്രാം ഓഫീസർ VP ഷിൻഡോ, വോളണ്ടിയർ ഡെലിൻ ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. മറ്റത്തൂർ മൂന്നുമുറി ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ നടക്കുന്ന കല്ലേറ്റുങ്കര K കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിൽ സെമിനാർ സംഘടിപ്പിച്ചു. NSS വോളണ്ടിയർമാരെ തുടർന്നും പൊതുസമൂഹത്തിൽ എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്ന വിഷയത്തെക്കുറിച്ച് എഴുത്തുകാരനും അധ്യാപകനും നോവ എക്സിക്യൂട്ടീവ് അംഗവുമായ പ്രവീൺ M കുമാർ ക്ലാസ് നയിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ CK യാമിനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നോവ ചെയർമാൻ സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ,
NSS വോളണ്ടിയർമാരായ PR നന്ദന, അൻവർ യൂസഫ് എന്നിവർ സംസാരിച്ചു. 100 ദിന പരിപാടിയുടെ ഭാഗമായി മുരിയാട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച സർഗസംഗമം വൈവിധ്യമാർന്ന കലാവിരുന്നിനാൽ ശ്രദ്ധേയമായി. പരിമിതികളെ പരിധികളാക്കാതെ സാധ്യതയുടെ അനന്തതയിൽ സർഗവൈഭവത്തിന്റെ കലവറ തുറക്കുന്നതായിരുന്നു സർഗസംഗമം. ആനന്ദപുരത്ത് നടന്ന പരിപാടി നിപ്മർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ C. ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജേച്ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രതി ഗോപി, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സരിത സുരേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ KU വിജയൻ, BRC സത്യപാലൻ, ഡോക്ടർ സോണിയ, ICDS സൂപ്പർവൈസർ അൻസ എബ്രഹാം, പഞ്ചായത്ത് അംഗങ്ങളായ AS സുനിൽകുമാർ, നിജി വത്സൻ, മനീഷ മനീഷ്, മണി സജയൻ, CDS ചെയർപേഴ്സൺ സുനിത രവി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ വിജയികളായ ജോയൽ ആൻഡ്രു, ദേവ പ്രസൂതി, സുധീഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അമ്പനോളി സെയിന്റ് ജോർജ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ പള്ളി വികാരി ഫാദർ പയസ് ചെറുപ്പണേത്ത് കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് വിശുദ്ധ കുർബാനയും മറ്റ് തിരുക്കർമ്മങ്ങളും ഉണ്ടായിരുന്നു. വികാരി ഫാദർ ആഷിൻ കൈതാരൻ സഹകാർമ്മികനായി. കൈകാരന്മാരായ ജോസ് പാറേമാൻ, പൈലി ജനറൽ കൺവീനർ സോബി നെല്ലിക്കാമണ്ണിൽ എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 6, 7 തീയതികളിലാണ് തിരുനാൾ. കോൺഗ്രസ് 139ാം ജന്മദിനം മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലി ആൽത്തറയിൽ ആഘോഷിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ശിവരാമൻ പോതിയിൽ അധ്യക്ഷത വഹിച്ചു. ശാലിനി ജോയ്, CH സാദത്ത്, സൂരജ് കുണ്ടനി, ഗോപാലകൃഷ്ണൻ മാടപ്പാട്ട്, പ്രതീഷ് പണ്ടാരത്തിൽ, ലിനോ മൈക്കിൾ, PC വേലായുധൻ, തങ്കമണി മോഹനൻ, നൂർജഹാൻ എന്നിവർ പ്രസംഗിച്ചു. ജോണി കൊട്ടേക്കാട്ടുകാരൻ, K. നന്ദകുമാർ, ബാബു ജോൺ, സിജിൽ ചന്ദ്രൻ, സരിത ഷാജി, റംല നാസർ, ജോയ് മലയക്കുട്ടി, ബേബി കണ്ണമ്പടത്തി, നാസർ വെള്ളിക്കുളങ്ങര, ഉസ്മാൻ മന്ത്രിക്കുത്ത് എന്നിവർ നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസ് ഭാരത് സങ്കല്പ യാത്രയോട് അനുബന്ധിച്ച പരിപാടി ശനിയാഴ്ച രാവിലെ 10-ന് പുതുക്കാട് സെന്ററിൽ നടത്തും. പരിപാടിയിൽ കേന്ദ്രമന്ത്രി ഭഗവത് കുബേജി പങ്കെടുക്കും. സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി, ജില്ലാ ലീഡ് ബാങ്ക്, നബാർഡ്, ICAR, ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം, റബ്ബർ ബോർഡ്, ഫാക്ട്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ആത്മ, ഭാരത് ഗ്യാസ് എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. മൃഗസംരക്ഷണ വകുപ്പിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2, ലബോറട്ടറി അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്കുള്ള അഭിമുഖം ജനുവരി 3, 4 തീയതികളിൽ PSC ജില്ലാ ഓഫീസിൽ നടത്തും. ഉദ്യോഗാർത്ഥികൾ പ്രവേശന ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് കൃത്യസമയത്ത് ഹാജരാകണമെന്ന് അധികൃതർ അറിയിച്ചു. കോന്നിയിലെ കൗൺസിൽ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഫുഡ് പ്രോസസിംഗ് ട്രെയിനിംഗ് സെന്ററിലേക്ക് ട്രെയിനിംഗ് കോർഡിനേറ്റർ തസ്തികയിലേക്ക് 1 വർഷത്തേക്ക് കരാർ നിയമനം നടത്തുന്നു. യോഗ്യത ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് വിഷയത്തിൽ 1ാം ക്ലാസ്, ഉയർന്ന 2ാം ക്ലാസ്, ബിരുദാനന്തര ബിരുദവും മോഡേൺ ഫുഡ് പ്രോസസിംഗ് രംഗത്ത് 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും. സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചവരെയും പരിഗണിക്കും. അവസാന തീയതി ജനുവരി 23 കൂടുതൽ വിവരങ്ങൾക്ക് 0468296144 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുതിയ ഉൽപാദന സംരംഭങ്ങൾ തുടങ്ങിയ കരകൗശല വിദഗ്ധർക്ക് നിക്ഷേപത്തിന്റെ 50% സബ്സിഡിയായി നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ പരിഷ്കരിച്ച മാർഗരേഖ പ്രകാരമുള്ള ആശ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സംരംഭം തുടങ്ങി 6 മാസത്തിനുള്ളിലാണ് അപേക്ഷ നൽകേണ്ടത്. സംരംഭകർ ആർട്ടിസാൻ കാർഡ് ഉള്ളവരായിരിക്കണം. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കും അപേക്ഷകൾക്കും അനുബന്ധ രേഖകൾക്കും സമർപ്പിക്കാൻ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലും താലൂക്ക് വ്യവസായ ഓഫീസുകളിലും ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 04872361 മറ്റൊരു നമ്പർ 04872360 ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5855 രൂപയും പവന് 46,840 രൂപയും രേഖപ്പെടുത്തി. കല്ലൂർ തേനംകുളത്ത് വട്ടക്കുഴി ത്രേസ്യ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വറീദാണ് ഭാര്യ. ആനി, പോൾ, ജെസി, ബേബി, ജോസഫ് എന്നിവർ മക്കളും. ജോർജ്, ലിസി, വർഗീസ്, ജെസി, പരേതനായ വർഗീസ് എന്നിവർ മരുമക്കളുമാണ്. വെണ്ടൂർ മഞ്ഞളി ജെയ്ക്ക് ആന്റണി അന്തരിച്ചു. 57 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബിന്ദുവാണ് ഭാര്യ. മക്കൾ സംഗീത, സോണൽ, സ്നേഹ. പ്രധാന വാർത്തകൾ വീണ്ടും.
ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പുലക്കാട്ടുകരയിൽ യുവാവിനെ നടു റോഡിലിട്ട് ക്രൂരമായി മർദ്ദിച്ച കേസിൽ 3 പേരെ കൂടി പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് മരത്താക്കര സ്വദേശികൾ. പുലക്കാട്ടുകരയിൽ യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സഹോദരങ്ങൾ അടക്കം 3 പേർ പിടിയിൽ. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ദേശീയപാതയിലെ കുറുമാലിയിൽ 7 അംഗ സംഘം സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് 15 അടി താഴ്ചയിലേക്ക് പതിച്ചു. തെക്കേത്തുറവ് സെയിന്റ് ആന്റണീസ് പള്ളിയിലെ മുഖവാരി വെഞ്ചിരിപ്പും തിരുനാൾ കൊടിയേറ്റവും നടത്തി. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് NSS യൂണിറ്റുകളുടെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി വെള്ളിക്കുളങ്ങരയിൽ നിർമ്മിച്ച സ്നേഹാരാമം നാടിന് സമർപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10:30 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.